வாழ்க்கையை நீ தேடிப்போ, அது நீ தான் என்று தெரிஞ்சிடும். அந்த உணர்த்தலுக்கு அப்புறம் தான் உன்னோட வாழ்க்கையை ஆரம்பிக்கிறது. എൻ്റെ പേര് അശോകൻ. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇന്നേക്ക് 24 വർഷങ്ങൾ തികയുന്നു, അഥവാ 8766 ദിനങ്ങൾ. എൻ്റെ കയ്യിലുള്ള ഈ ക്യാമറയിലൂടെ ഈ നഗരത്തെയും ഇവിടുത്തെ ആളുകളെയും ഞാൻ കൂടുതൽ അറിയുന്നു. എത്രമാത്രം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ വന്നു പോകുന്നത്. അവരിൽ ഓരോരുത്തർക്കും പറയുവാൻ ഓരോ കഥകളും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു യുവാവിൻ്റെ 24-ാം വയസ്സ് എന്നുള്ളത് പല കാരണങ്ങൾ കൊണ്ടും പ്രത്യേകതയുള്ളതാണ്. വിദ്യാർത്ഥിയിൽ നിന്നും ഉദ്യോഗാർത്ഥിയിലേക്ക് യാതൊരുവിധ അനുഭവമില്ലാതൊരു എടുത്തുചാട്ടം, പുതിയൊരു ശീലം. അതിൽ ദിവസങ്ങൾ നിർത്താതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ടും എങ്ങോട്ടെന്നറിയാതെ, എന്തിനെന്നറിയാതെ ഞാനും आज मुझसे कुछ कहे, चांद तारे भी साथ है, गा रही ये हवा। इस रात आज हम मिले, कुछ खास है ये सिलसिले, यूं ही अभी हर पल खिले। ഒരാളുടെ അനുവാദം ഇല്ലാതെ ഫോട്ടോ എടുക്കാൻ പാടില്ലെന്ന് അറിഞ്ഞൂടാ. പക്ഷെ എന്തായാലും ഫോട്ടോ എടുത്തല്ലേ, എവിടെ ഒന്ന് കാണിക്ക്. കണ്ടിട്ട് എനിക്കിഷ്ടമായ പിന്നെ നോ പ്രോബ്ലം. ക്യാമറ. ഹലോ.
ക്യാമറ. താനാണ് കൊള്ളാലോ. എൻ്റെ ഫോട്ടോസ് എനിക്കൊന്ന് ഷെയർ ചെയ്ത് തരുമോ? തൻ്റെ ഫോണും തന്നെ. ഫോണോ? എന്തിന്? താ. എൻ്റെ മെയിൽ ID ഇതിലേക്ക് അയച്ചാൽ മതി. അപ്പോൾ ബൈ. ഹായ്, ഇരുന്നോട്ടെ. ഞാൻ പോയില്ല. എന്താ ഇന്നത്തെ പരിപാടി? ഏ? അല്ല, ഇന്നത്തെ പരിപാടി എന്താണ്? ഒന്നുമില്ല. ഓക്കെ, എന്നാ നമുക്ക് ഇവിടേക്ക് ഒന്ന് കറങ്ങിയാലോ? കറങ്ങാനോ? എന്തിന്? ചുമ്മാ. ഞാൻ ശരിക്കും ചെന്നൈക്ക് പോകാൻ ഇറങ്ങിയതാ. ട്രെയിൻ ആണെങ്കിൽ രാവിലെ 6:30. അപ്പം അതുവരെ ഇവിടേക്ക് ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. അതിനെന്തിനാ എന്നെ വിളിക്കുന്നത്? അല്ല, താൻ ഓക്കെ ആണെങ്കിൽ മതി, ഇല്ലെങ്കിൽ നോ പ്രോബ്ലം. ഓക്കെ, ബൈ. ചേട്ടാ, ഒന്നുകൂടെ. നിത്യ. അശോകൻ. ഇല്ല, രാവിലെ 6:30. അതൊന്നും കുഴപ്പമില്ല. അപ്പം എവിടെ? ഓ, ആണോ? എന്നാൽ ശരി. അപ്പം വരുമ്പോൾ പറയും. ഞാൻ എത്തിയിട്ട് വിളിക്കാം. ശരി അമ്മ, ഗുഡ് നൈറ്റ്. വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചാ. ഓ. രാത്രി ഇങ്ങനെ നടക്കാൻ നല്ല രസാലേ. കാറ്റൊക്കെ കൊണ്ട് ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കാൻ. അതെ, എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ഉണ്ടല്ലോ, എൻ്റെ ഇപ്പോൾ റൂമിലുള്ള ഒരാൾക്കും ഇതിലൊന്നും വലിയ താല്പര്യമില്ല. ഫോൺ കിട്ടിയാൽ പിന്നെ അവർക്ക് വേറെ ഒന്നും വേണ്ട. ഞാനിത് കുറേ മുന്നേ തീരുമാനിച്ചതാണ്. ഇവിടുന്ന് പോണതിന് മുമ്പ് ഒരു ദിവസം നൈറ്റ് ഇവിടെ ഫുള്ള് കറങ്ങി നടക്കണമെന്ന്. ഈവനിങ് എൻ്റെ ഒപ്പം അവരും ഉണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് തന്നിട്ട് അവരങ്ങ് പോയി. ഞാൻ പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ പോയി എൻ്റെ ബാഗൊക്കെ വെച്ചിങ്ങ് പോന്നു. സത്യം പറഞ്ഞാൽ കുറേ നേരം ഇങ്ങനെ ഒറ്റയ്ക്ക് കിടക്കാനൊന്നും എനിക്ക് പറ്റൂല. ബോറടിക്കും. അപ്പോഴാണ് തന്നെ കണ്ടേ. കൂടെ ഒരാളുണ്ടെങ്കിൽ എന്തെങ്കിലും സംസാരിച്ച് കിടക്കാമല്ലോ. ബോറടിയും അറിയില്ല. അതൊക്കെ പോട്ടെ, താൻ പറ, എന്താ തൻ്റെ പരിപാടി? ഇതൊക്കെ തന്നെ? അതെ. അത്രേ ഉള്ളോ? ഏ? അല്ല, അതേന്ന് മാത്രമേ ഉള്ളോ? വേറൊന്നുമില്ല പറയാൻ? അങ്ങനെയൊന്നുമില്ല, ഫോട്ടോഗ്രാഫിയൊക്കെ തന്നെ. താനധികം സംസാരിക്കുന്ന കൂട്ടത്തിലല്ല അല്ലേ? അല്ല. എനിക്ക് മനസ്സിലായി. ഒറ്റയ്ക്ക് കിടക്കുമ്പോഴുള്ള ബോറടി മാറ്റാൻ ഞാൻ തന്നെ വിളിച്ചേ. ഇതിപ്പോൾ നമ്മൾ ഒരുമിച്ച് ബോറടിച്ച് കിടക്കേണ്ടി വരും അശോക. ഏയ്. എന്നാ ഓക്കെ. സോ യു ആർ എ റൈറ്റർ? ആ, അതെ. എങ്ങനെ മനസ്സിലായി? സിമ്പിൾ. ഞാൻ ജസ്റ്റ് ഗസ് ചെയ്താ. അത് ശരിയായി. അല്ല, എന്തൊക്കെ എഴുതാറ്? ഞാൻ കൂടുതലും ഫ്രീലാൻസ് ആയിട്ട് എഴുതാറ്. ലൈക്ക് പോഡ്കാസ്റ്റ് കോണ്ടന്റ് ഒക്കെ എഴുതും.
മെൻ്റൽ ഹെൽത്തിൻ്റെയൊക്കെ ബേസിൽ നമുക്ക് ചിലർക്ക് ഇപ്പോഴും മെൻ്റൽ ഹെൽത്ത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് അറിയില്ല അല്ലേ. ഏതോ ഒരാൾ എന്തോ ചെയ്തതിൻ്റെയോ പറഞ്ഞതിൻ്റെയോ പേരിൽ കിടന്ന് കരയുന്നു, അല്ലെങ്കിൽ ജീവിക്കാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ചുമ്മാ മൂഡ് ഓഫായി നടക്കുന്നു, ഓരോ പ്രാന്തുകൾ. അങ്ങനെയൊക്കെയാണല്ലോ ഇത് അനുഭവിക്കുന്ന ആൾക്കാരോടുള്ള ചിലരുടെയെങ്കിലും മനോഭാവം. അതൊക്കെ അനുഭവിക്കുന്ന ആൾക്കാർക്ക് അറിയുള്ളൂടോ. അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനെ എഴുതുന്നു. ഹലോ, ആടി പറ. ഇല്ല, ഞാൻ ടൗണിൽ തന്നെ ഉണ്ട്. ഒറ്റയ്ക്കല്ല, എൻ്റെ ഒപ്പം കൂടെ ഒരു ഫ്രണ്ട് ഉണ്ട്. ആടി, ഞാൻ എത്തിയിട്ട് വിളിക്കാം. താൻ പേഴ്സണൽ സ്പേസിനെ കുറിച്ച് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? ഉണ്ട്. കേട്ടിട്ടുണ്ടോ ആ പോഡ്കാസ്റ്റ്? ബീമി. അതെന്നെ കേൾക്കാറുണ്ടോ അത്? ഞാൻ തൻ്റെ സ്ഥിരം പ്രേക്ഷകനാ. ഓ, അപ്പം ഞാൻ റൈറ്ററാണ് താൻ ചുമ്മാ ഗസ് ചെയ്തതല്ല അല്ലേ? താൻ ചെന്നൈയിലേക്ക് പോവാല്ലേ? അവിടെ ജോലി ഇട്ടിട്ട് പോവാണോ? ആ, പക്ഷെ അത് മാത്രമല്ല, എൻ്റെ വീട് ചെന്നൈയിലാണ്. അപ്പോൾ അവിടെ തന്നെ കുറച്ചുകൂടി ബെറ്റർ ഓപ്പർച്യൂണിറ്റി കിട്ടി. സോ ദിസ് ഇസ് മൈ ലാസ്റ്റ് ഡേ ഹിയർ. അപ്പം നിത്യയുടെ വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിൽ അപ്പ, അമ്മ, പിന്നെ എൻ്റെ പട്ടിക്കുട്ടി ജോർഡൻ. തൻ്റെ വീട്ടിലോ? അമ്മ അനിയനും മാത്രം. അച്ഛൻ മരിച്ചുപോയി. ഓ, ഐ എം സോറി. ഹേ, എനിക്ക് 13 വയസ്സുള്ളപ്പോഴായിരുന്നു ഒരു ആക്സിഡൻറ്റിൽ. അച്ഛനൊരു ഗംഭീര ഫോട്ടോഗ്രാഫറായിരുന്നു. ഫോട്ടോഗ്രാഫീൻ്റെ ബേസിക്സ് ഒക്കെ പറഞ്ഞത് അച്ഛനാ. സത്യം പറഞ്ഞാൽ എൻ്റെ അച്ഛൻ്റെ എല്ലാ പ്രാന്തും അതേപോലെ എനിക്കും കിട്ടിയിട്ടുണ്ട്. അശോക, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ? ചോയ്ക്ക്. തനിക്കെന്നെ മനസ്സിലായോ? ഏ? എന്നെ മനസ്സിലായോന്ന്? ഇല്ല. എൻ്റെ അശോക, താനൊന്നും ഓർക്കുപോലും ചെയ്യാതെയാണല്ലോ ഇല്ല എന്ന് പറയുന്നത്. എനിക്ക് നല്ല ഓർമ്മശക്തിയാണ്. ഇനി അഥവാ നമ്മൾ തമ്മിൽ എന്തെങ്കിലും പരിചയം ഉണ്ടെങ്കിൽ തന്നെ അതോർത്തിരിക്കാൻ ഒരു സാധ്യതയില്ല. അതുകൊണ്ട് താൻ തന്നെ പറയുന്നതല്ലേ നല്ലത്. തനിക്ക് സന്ധി ടീച്ചർ ഓർമ്മയുണ്ടോ? എടോ, സന്ധി ടീച്ചർ, തന്നെ 4ാം ക്ലാസ് പഠിപ്പിച്ച ടീച്ചർ. ആ, അല്ല, അതെങ്ങനെ തനിക്കറിയാം? ബിക്കോസ് സന്ധി ടീച്ചർ എന്നെയും പഠിപ്പിച്ചിട്ടുണ്ട്. എടോ, നമ്മൾ 4ാം ക്ലാസ്സിൽ ഒരുമിച്ച് പഠിച്ച. അല്ല, എടോ, ശരിക്കും നമ്മൾ ഒരുമിച്ച് പഠിച്ച? ആടോ, 4ാം ക്ലാസ് വരെ. അതിനുശേഷം അപ്പയ്ക്ക് ചെന്നൈയിലേക്ക് ട്രാൻസ്ഫർ കിട്ടി. അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ സെറ്റിൽഡായി. ഇത്രയും വർഷമായില്ലേ? അതെനിക്ക് പെട്ടെന്ന് ഓർമ്മ കിട്ടാൻ. ഇറ്റ്സ് ഓക്കെ. അല്ല, എന്നെ എങ്ങനെ മനസ്സിലായപ്പോൾ? തൻ്റെ ഫോണിലെ വാൾപേപ്പറിലെ ഫോട്ടോ കണ്ടപ്പോൾ പിന്നെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി എൻ്റെ കയ്യിലെ ക്ലാസ് ഫോട്ടോ ഇവിടെ നോക്കി. അങ്ങനെ മനസ്സിലായി. അല്ല, ക്ലാസ് ഫോട്ടോ ഉണ്ടോ കയ്യിൽ? ഉണ്ട്. എവിടെ?
ഇത് ഗോകുലല്ലേ? ഇവനായിരുന്നു എൻ്റെ അപ്പത്തെ കൂട്ട്. ഞങ്ങൾ രണ്ടുപേരും കൂടി എന്തൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെന്നറിയോ? ഇപ്പം എവിടെയാണോ എന്തോ. അന്ന് താനും അവനും ആയിരുന്നല്ലോ ക്ലാസ്സിലെ മെയിൻ പ്രശ്നക്കാർ. പക്ഷെ താൻ ഒരുപാട് മാറിപ്പോയിട്ടോ. അന്നത്തെ അശോകനെ അല്ല ഇപ്പോൾ. തിരിഞ്ഞു നോക്കുമ്പോൾ ദോസ് വെർ ദി ബെസ്റ്റ് ഡേയ്സ് ഓഫ് മൈ ലൈഫ്. പലപ്പോഴും വളരാണ്ടങ്ങ് ഇരുന്നാൽ മതിയെന്ന് തോന്നിപ്പോവും. വളരാണ്ടിരിക്കാൻ പറ്റും എൻ്റെ അശോക. ഗോകുൽ ഇപ്പോൾ അയർലൻഡിലാണ്. അവിടെ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുക. അവനായിട്ട് കോണ്ടാക്ട് ഉണ്ടോ? ആ 7 വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചേ. പിന്നെ മാറി. അതോടെ ആ കോണ്ടാക്റ്റ് ഇല്ലാണ്ടായിപ്പോയി. ഞങ്ങൾ പിന്നെ ഒരുമിച്ചായിരുന്നു ഡിഗ്രി ചെയ്തതൊക്കെ ചെന്നൈയിൽ. അത് കൊള്ളാലോ. അല്ല, തനിക്ക് നമ്മുടെ ക്ലാസ് ഫോട്ടോ ഇവിടുന്ന് കിട്ടി? അത് അന്ന് വെക്കേഷന് സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരുമിച്ച് ഗ്രൂപ്പ് ഫോട്ടോ എടുത്ത ഓർമ്മയില്ലേ? അങ്ങനെ കിട്ടി. അതൊക്കെ 4ാം ക്ലാസ്സിനല്ലേ? ഇപ്പോഴും ഉണ്ടോ കയ്യിൽ? അതൊക്കെ എങ്ങനെ കളയാൻ പറ്റുമോ? മെമ്മറീസ് അല്ലേ അശോക. നീങ്ങിയാലോ? അശോക, എടോ തൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്നറിയോ തനിക്ക്? അശോകൻ, ദുഃഖങ്ങളില്ലാത്തവൻ. വൺ ഹൂ ഈസ് ഓൾവേസ് ബ്ലെസ്ഡ് വിത്ത് ഹാപ്പിനെസ്. എന്താ ചിരിക്കുന്നത്? പിന്നെ ചിരിക്കാതെ. എപ്പോഴും സന്തോഷിക്കുന്നവൻ, ദുഃഖങ്ങളില്ലാത്തവൻ. പാട്ടല്ലേ? ആരാണ് ഈ ലോകത്ത് സങ്കടങ്ങളിലാ ജീവിച്ചു മരിക്കുന്നത്? എനിക്ക് സങ്കടങ്ങളുണ്ട്. എന്താ തനിക്ക് സങ്കടങ്ങളില്ലേ? എടോ ഞാൻ... തനിക്കറിയോ, ഓരോ ദിവസം ഞാൻ ഒളിച്ചു കഴിയുക എൻ്റെ വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ നിന്ന്, എൻ്റെ സ്വപ്നങ്ങളിൽ നിന്ന്. താനിപ്പോൾ പേരിൻ്റെ അർത്ഥം പറഞ്ഞു തന്നപ്പോൾ എനിക്ക് തോന്നുന്നു ആ പേരിൻ്റെ അവകാശി ഞാനല്ലെന്ന്. ആ പേരും ഞാനും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധമുണ്ടായിരുന്നേ ഞാനിന്നിവിടെ. എടോ എന്തു പറ്റി എനിക്ക്?
എൻ്റെ കോഴ്സ് കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 വർഷമായി. വൈകാതെ തന്നെ എനിക്കൊരു കമ്പനി നല്ല ജോലിയും കിട്ടി. ഇന്നലെ ആയിരുന്നു എൻ്റെ അവിടുത്തെ ലാസ്റ്റ് ഡേ. തനിക്കറിയോ, ഒരു ട്രാവൽ ഫോട്ടോഗ്രാഫർ ആണെന്നായിരുന്നു എൻ്റെ പാഷൻ. ഒരുപക്ഷെ അച്ഛനെ കണ്ടിട്ടായിരിക്കണം ഫോട്ടോഗ്രാഫിൻ്റെ ഒരു പാഷനായി മാറിയത്. ലൈഫിലെല്ലാം പെർഫെക്റ്റ് ആണെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ അച്ഛൻ മരിക്കുന്നത്. അന്ന് എൻ്റെ അനിയന് 2 വയസ്സേ ഉള്ളൂ. മുന്നോട്ട് ഇനി എന്തെന്ന് അറിയാതെ പകച്ചു നിൽക്കുന്ന അമ്മയുടെ മുഖം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. അവിടുന്ന് അങ്ങോട്ട് ഞങ്ങൾ 2 പേരുടെ കാര്യം നോക്കിയത് അമ്മ ഒറ്റയ്ക്കാണ്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തു പാവം. പക്ഷെ അതിൻ്റെ കുറവൊന്നും അമ്മ ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. ഒരുപക്ഷെ ഇതൊക്കെ കണ്ടു വളർന്നുകൊണ്ടായിരിക്കണം എൻ്റെ ഈ പാഷനെ കുറിച്ച് പോലും അമ്മയോടൊന്നും പറഞ്ഞിട്ടില്ല. ഒരുപാട് തവണ പറയാൻ ശ്രമിച്ചതാ. പക്ഷേ ഞാനന്ന് ജോലി കയറിയതിന് ശേഷം അമ്മയെന്ന് റിലാക്സ് ആയി കണ്ടത്. അതുകൊണ്ട് തന്നെ എൻ്റെ ഇഷ്ടങ്ങളൊക്കെ ഞാൻ ഉള്ളിൽ നോക്കി ജീവിച്ചു. പോകെ പോകെ എനിക്കെല്ലാത്തിനോടും ഒരു തരം മടുപ്പ് തോന്നി. വീട്ടുകാരുടെയും കൂട്ടുകാരുടെയും ഒക്കെ മുമ്പിൽ നിന്ന് ഞാൻ അകലാൻ തുടങ്ങി. ഞാൻ ഒറ്റയ്ക്കായ പോലെ തോന്നി. ഒന്നും മനസ്സ് തുറന്ന് സംസാരിക്കാൻ പോലും ആരും ഇല്ലാണ്ടായി. അവസാനം എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെടുന്ന സിറ്റുവേഷൻ എത്തിയപ്പോൾ ഞാൻ ആ ജോലി റിസൈൻ ചെയ്തു. മുന്നോട്ട് ഇനി എന്തെന്ന് എനിക്കറിയില്ല. എവിടെ നിന്ന് തുടങ്ങുമെന്നും അറിയില്ല. ഒരേ ഒരു ചോദ്യം മാത്രമേ മനസ്സിലുള്ളൂ. വാട്ട് ഇഫ് ഐ ഫെയിൽ? വാട്ട് ഇഫ് യു വിൻ? നമ്മുടെയൊക്കെ ലൈഫ് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് അശോകൻ. ഓൾവേസ് ബി പ്രിപ്പയർഡ് ഫോർ ദ ബെസ്റ്റ് ആൻഡ് വേസ്റ്റ്. താൻ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഫോട്ടോഗ്രാഫി തൻ്റെ ചെറുപ്പം മുതലുള്ള പാഷനല്ലേ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ താനത് പെർസ്യൂ ചെയ്യണം. തിങ്ക് ലൈക്ക് ദിസ്. നമ്മുടെയൊക്കെ ലൈഫ് ഒരു ലോങ് റൂട്ടാണ്. വി മസ്റ്റ് ഡ്രൈവ്. അവിടെ നമ്മൾ തോറ്റു പോകുന്നോ റിജക്റ്റ് ചെയ്യപ്പെടുമോ എന്നുള്ള പേടിയിൽ പാതി വഴി നിന്ന് പോയാൽ അവിടെ എന്നേക്കുമായി ട്രാപ്പായി പോകും. സോ ജസ്റ്റ് ഡ്രൈവ്. യു വിൽ ഫൈൻഡ് യുവർ ഓൺ വേ. താൻ അമ്മേനോട് കാര്യങ്ങൾ തുറന്നു പറയും. അമ്മയ്ക്ക് മനസ്സിലാവും. എന്നിട്ട് പൂർണ്ണ മനസ്സോടെ തൻ്റെ പാഷൻ്റെ പുറകെ പോകും. പക്ഷെ അത് അത്ര എളുപ്പമല്ല. அசோக, வாழ்க்கையை நீ தேடிப்போ, அது நீ தான் என்று தெரிஞ்சிடும். அந்த உணர்த்தலுக்கு அப்புறம் தான் உன்னோட வாழ்க்கை ஆரம்பிக்கிறது. എടോ, തനിക്കെങ്ങനെ എത്ര ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റണേ? ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഒരു ചോയ്സ് അല്ലേ അശോക? ഐ ചൂസ് ടു ബി ഹാപ്പി, അത്രേ ഉള്ളൂ. കഴിഞ്ഞുപോയ കാര്യങ്ങളെപ്പറ്റി ഞാൻ ഓർക്കാറില്ല. നാളെ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെപ്പറ്റി ഞാൻ ഓർക്കാറില്ല. ഐ ജസ്റ്റ് ലീവ് ഇൻ ദ മൊമെൻറ്റ്. തനിക്കൊരു കാര്യം അറിയോ? ഞാൻ അഡോപ്റ്റഡ് ആണ്. എനിക്കൊരു അമ്മ അച്ഛനൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ഞാൻ ജനിച്ചപ്പോഴേ മരിച്ചു. പിന്നീട് അങ്ങോട്ടുള്ള 6 വർഷം എനിക്ക് അച്ഛനും ഞാനും എന്നുള്ള രീതിയിലായിരുന്നു. ഒരു ദിവസം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ അവിടെ പതിവില്ലാത്തൊരാൾക്കൂട്ടം.
ആംബുലൻസും പോലീസുകാരും എല്ലാം കൂടെ ഒരു ബഹളമായിരുന്നു. ആളുകൾക്കിടയിലൂടെ ഞാൻ എങ്ങനെയോ തിക്കിപ്പിടിച്ച് മുന്നിലെത്തിയപ്പോൾ കാണുന്നത് പ്ലാവേ തൂങ്ങി നിൽക്കുന്ന അച്ഛനെയാണ്. സൂയിസൈഡായിരുന്നു. ഒരു 6 വയസ്സുകാരിയെ സംബന്ധിച്ചിടത്തോളം ഇതിലും വലിയ ട്രോമ അവളിനി എന്താ അനുഭവിക്കാനുള്ളത്? ഞാൻ കരഞ്ഞു ഒരുപാട് നാളത്തേക്ക്. പക്ഷേ കരഞ്ഞതുകൊണ്ട് മാത്രം എന്തു പ്രയോജനം? ലൈഫാണ്. ലൈഫിൻ്റെ പല ഘട്ടങ്ങളിൽ പലരും നമ്മളെ വിട്ടുപോയേക്കാം. സ്റ്റിൽ വി ഷുഡ് ലിവ്, റൈറ്റ്? മേ ബി ആ ഒരു തിരിച്ചറിവിൽ നിന്നായിരിക്കാം ഇന്നീ കാണുന്ന ഞാനായി മാറിയത്. ഇനി 1/2 മണിക്കൂർ ട്രെയിൻ വരും. ഞാൻ ഇനിയും വരും. എപ്പോഴാന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ എന്തായാലും വരും. കാണാം. ബൈ. ബൈ. അല്ലെങ്കിലും ഈ ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുണ്ട്. ചിലപ്പോൾ അത് കണ്ടെത്താൻ മറ്റൊരാളുടെ സഹായം വേണ്ടി വരുന്നു മാത്രം. ഹലോ.